ആ ദാ. അമ്മേ, ചായയുടെ കൂടെ പലഹാരമൊന്നുമില്ലേ? ഓ, ഇന്ന് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ആ, അലമാരയിൽ ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിച്ചോ. ബിസ്ക്കറ്റ് അല്ലേ? അതൊന്നും എനിക്ക് വേണ്ട. ദേ, നീ ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നു. കോച്ചിങ്ങിന് പോകാൻ പറഞ്ഞാ അത് വേണ്ട. ഇപ്പൊ കയ്യിലിരുന്ന കാശും തീർന്നു. അങ്ങനെ കുടുംബസ്വത്തിന്റെ ഓഹരിയും സ്വാഹ. അത് നന്നായി. അതുകൊണ്ട് ലോലപ്പൻ ചേട്ടന്റെ മോളുടെ കല്യാണം നടക്കുമല്ലോ. ദേ പെണ്ണെ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഇന്ന് അത്രയെങ്കിലും പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ അയാൾ ഈ വീടിന്റെ മുറ്റത്ത് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്ത് കിടന്നേന്. നിനക്കറിയോ അത്? അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് അത് നന്നായിന്ന്. സൗഭാഗ്യങ്ങളുടെ മുകളിൽ ഇരുന്നവരാ ഇപ്പൊ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത്. ആ കേസ് ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ എല്ലാം തിരിച്ചു കിട്ടുമായിരുന്നു. അതൊന്നും നേരെ ചൊവ്വേ നടത്താൻ ഇവിടെ ആർക്കും നേരെയില്ലല്ലോ. സച്ചിയാണെങ്കി ഭ്രാന്ത് പിടിച്ച് അർച്ചനയുടെ കാര്യം അന്വേഷിച്ച് നടപ്പാ. കേസിന്റെ കാര്യം എന്തായിന്ന് ചോദിക്കാറ് പോലും ഇല്ല. ഏതായാലും എന്റെ പണപ്പെട്ടി പൂട്ടി. ഇനി എല്ലാവർക്കും കൂടി മേലോട്ട് മാനവും നോക്കിയിരിക്കാം. അമ്മ, പണം കൊടുത്തതിലുള്ള വിഷമം കൊണ്ടല്ല അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്റെ സിവിൽ സർവീസിന്റെ കാര്യമല്ലേ, അത് ഓർത്തിട്ടാണെങ്കിൽ അമ്മ പേടിക്കണ്ട. ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുമുണ്ട്. എനിക്കത് കിട്ടും. കിട്ടിയാ മതി. അമ്മ, സച്ചി അങ്കിൾ ഒരു ദിവസം അർച്ചന ആന്റിയെ കണ്ടെത്തും, എനിക്ക് ഉറപ്പാ. ഇപ്പൊ എല്ലാവർക്കും സച്ചി അങ്കിൾ ഒരു കോമാളിയാ. ആരും ആക്കിയതൊന്നും അല്ലല്ലോ, തന്നെത്താനെ അങ്ങനെ ആയതല്ലേ. പക്ഷെ അമ്മ, എനിക്കറിയാം, സ്വന്തം ഭാര്യയെ ഇതുപോലെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു പുരുഷൻ ഈ ലോകത്ത് വേറെ ആരും കാണില്ല. ദൈവം അവരെ ഒരുമിപ്പിച്ചു, ഇനിയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്യും. അതോടെ നഷ്ടപ്പെട്ട ജീവിതവും കുടുംബവും സ്വത്തും എല്ലാവർക്കും തിരിച്ചു കിട്ടും. അവളും കുഞ്ഞും ഇപ്പൊ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ജീവിക്കട്ടെ. ബാക്കിയുള്ളവർക്കാണല്ലോ ഇവിടെ കഷ്ടപ്പാട്.